ഇന്നത്തെ തൊഴിലവസര വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. തൊഴിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വാർത്തകൾ: ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ ആയുർവേദ നഴ്സുമാർക്ക് അവസരം. ₹60,000 വരെ ശമ്പളം. കേരള PSC നഴ്സസ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ കേരള PSCയുടെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. കേരള PSCയുടെ വെബ്സൈറ്റ് www.kerala.psc.gov.in. PSCയുടെ സൈറ്റിൽ കയറിയതിനു ശേഷം നോട്ടിഫിക്കേഷൻ എടുക്കാനായി റിക്രൂട്ട്മെന്റ് ടാബിൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് എടുക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്കിൽ നിന്ന് നമ്മുടെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുക. സ്ക്രോൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ എടുക്കുക. നഴ്സസ് ഗ്രേഡ് 2 ആയുർവേദ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരും. സ്ക്രോൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ വായിക്കേണ്ടതാണ്. നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കുവാനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് പ്രൊഫൈലിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ആയുർവേദ നഴ്സ് ഗ്രേഡ് 2 തസ്തികയ്ക്ക് അപേക്ഷിക്കുവാനായി ഉള്ള യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കേരള ഗവൺമെന്റ് അംഗീകരിച്ച ആയുർവേദ നഴ്സ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. വകുപ്പ് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസം. ശമ്പളം ₹27,900 മുതൽ ₹63,700 വരെ. ഒഴിവുകളുടെ എണ്ണം തിരുവനന്തപുരം 1. LCAI പുരുഷ ഉദ്യോഗാർത്ഥികൾ മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതി. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. കേരള സംസ്ഥാനത്തിലെ LCAI സമുദായത്തിൽപ്പെടുന്ന പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെ. 2/1/1985 1/1/2006 ഇടയിൽ ജനിച്ച പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷ അയക്കേണ്ടത്. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ
അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് ഫോട്ടോ എടുത്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും. പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോയാണ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കുവാനോ സാധിക്കുകയില്ല. ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അഥവാ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അതിനായി പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. യോഗ്യത, പരിചയം, ജാതി, വയസ്സ് തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി 29, 2025 ബുധനാഴ്ച രാത്രി 2 മണി വരെ. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in. പരീക്ഷ എഴുതേണ്ട അപേക്ഷകർ അപേക്ഷ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. കൺഫർമേഷൻ ചെയ്ത അപേക്ഷകർക്ക് മാത്രമേ അഡ്മിറ്റ് കാർഡ് ലഭ്യമാവുകയുള്ളൂ. പരീക്ഷാ തീയതിക്ക് 15 ദിവസത്തിന് മുൻപ് അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്തയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.